പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്പലപ്പുഴയിൽ എച്ച് സലാം 125 വോട്ടുകൾക്ക് മുന്നിൽ, അതായത് പോസ്റ്റൽ ബാലറ്റിൽ എച്ച് സലാം മുന്നിൽ, ജി സുധാകരൻ പിന്നിൽ. EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു അമ്പലപ്പുഴയിൽ, EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു നേമത്ത്, അല്ലേ? അമ്പലപ്പുഴയിലും കുട്ടനാട്ടിൽ UDF മുന്നിലാണ്. UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ 51 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. EVM എണ്ണി തുടങ്ങുന്നു. EVM എണ്ണി തുടങ്ങുമ്പോൾ റജി ചെറിയാൻ 51 വോട്ടുകൾക്ക് ദൂരം മാറിയിട്ടുണ്ട് കേട്ടോ. 64-58 എന്ന് മാറിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. EVM എണ്ണി തുടങ്ങുമ്പോൾ കളി മാറും, ഗെയിം ചേഞ്ച് ചെയ്യും. EVM എണ്ണി തുടങ്ങുമ്പോൾ കളി മാറും. കോതമംഗലത്ത് UDF ലീഡ്, കോതമംഗലത്ത് UDF ലീഡ് 53, മൂവാറ്റുപുഴയിൽ UDF 62 വോട്ടുകൾക്ക് മുന്നിൽ, പിറവത്ത് UDF 65 വോട്ടുകൾക്ക് മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിഞ്ഞിരിക്കുന്നു, ഏകദേശം അവസാനിക്കുന്നു. സെന്ററിലും ഇപ്പോൾ റിപ്പോർട്ടർ TV തത്സമയം മലപ്പുറത്തും നിലമ്പൂരിലും വണ്ടൂരിലും. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇതുവരെയുള്ള വിധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന സൂചന, പോസ്റ്റൽ ബാലറ്റിൽ LDF-നോടൊപ്പം UDF പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് LDF ആണ്. അമ്പലപ്പുഴയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അമ്പലപ്പുഴയിൽ എച്ച് സലാം തന്നെ മുന്നിൽ നിൽക്കുന്നു. ജി സുധാകരൻ പോസ്റ്റൽ ബാലറ്റ് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. കേരളം പോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് BJP-ക്കും തൃണമൂൽ കോൺഗ്രസിനും ഇടയിൽ. പക്ഷേ BJP അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. ഉടുമ്പൻചോല ശക്തി കേന്ദ്രമാണ്. പീരുമേട്, ഇടുക്കി, ഈ ഇടങ്ങളിലൊക്കെ മാറുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെ വന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരള UDF തേരോട്ടം ഇല്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുള്ളൂ. പോസ്റ്റൽ ബാലറ്റിൽ LDF-നോടൊപ്പം UDF പിടിക്കും. മലപ്പുറം, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് UDF കുതിപ്പ്. മലപ്പുറത്തും നിലമ്പൂരിലും പെരുമ്പാവൂരിൽ UDF, പെരുമ്പാവൂർ, ഇതൊക്കെ UDF-ന്റെ മണ്ഡലങ്ങളാണ്, സ്വാഭാവികമാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 13 മണ്ഡലങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിൽ UDF കടന്നു കയറിയിരിക്കുന്നു. തൃത്താലയിൽ കയറിയിരിക്കുന്നു, കൊല്ലത്ത് കയറിയിരിക്കുന്നു, അതേപോലെ കുന്നത്തുനാട്ടിൽ കയറിയിരിക്കുന്നു, ചവറയിൽ കയറിയിരിക്കുന്നു, ഉടുമ്പൻചോലയിൽ കയറിയിരിക്കുന്നു, ഇടുക്കി പിടിച്ചു, പീരുമേട്ടിൽ കയറിയിരിക്കുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും LDF-ന്റെ കല്യാശ്ശേരിയിലും ഇരിക്കൂലൊന്നും EVM എണ്ണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അറിയിക്കാം, തളിപ്പറമ്പിലും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഇരിക്കൂരിലും കൊടുവള്ളിയിൽ 42 വോട്ടുകൾക്ക് UDF മുന്നിൽ, ലിൻഡോ തിരുവമ്പാടിയിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ 28 വോട്ടുകൾക്ക് മുന്നിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനയാണ്. ഇതൊരു മഹാകേരള യുദ്ധമായി മാറുന്ന സൂചനയാണ്. ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. പോസ്റ്റൽ ബാലറ്റിൽ തന്നെ UDF-ന് ഇത്ര പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EVM-ൽ എന്താകും? ചോദ്യമാണ്. KPCC ആസ്ഥാനത്ത് നേതാക്കളൊക്കെ ഫലം നിരീക്ഷിക്കുന്നുണ്ട്. ജമീ ബേത്ത, രമ്യ ഹരിദാസ്, പന്തളം സുധാകരൻ ഒക്കെ നേതാക്കളൊക്കെ അവിടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതിനിടയിൽ പറയേണ്ടി വരും, ഒരു സമ്പൂർണമായ തേരോട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലെന്ന് പറയും. പോസ്റ്റൽ ബാലറ്റിൽ ആർക്കെങ്കിലും അനുകൂലമായി വലിയൊരു മുന്നേറ്റമുണ്ടോ എന്ന് അതായത് പോസ്റ്റൽ ബാലറ്റിൽ UDF-ന്റെ ലീഡ് കുറയുന്നു, അത് കൂടുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കളമശ്ശേരി പി രാജീവ് ലീഡ് ചെയ്യുന്നു. LDF 51 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 167 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അതായത് ലീഗിന്റെ കോട്ടകളിൽ ലീഗ് വലിയ തേരോട്ടമാണ് നടത്തുന്നത്. മലപ്പുറത്ത് ലീഗ് തേരോട്ടം നടത്തുന്നു. പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായി ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് കോന്നിയിലാണ് LDF. ജനീഷ് കുമാർ അല്ലേ? കോന്നിയിലും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു LDF. അത് വലിയ സൂചനയാണ്. കോന്നി മണ്ഡലത്തിൽ തവനൂരും പൊന്നാനിയിലും LDF-ന്റെ മുന്നേറ്റമാണ് കാണുന്നത്. മലപ്പുറം വലിയ കാര്യമാണ്. അങ്കമാലിയിലും ആലുവയിലും UDF-ന്റെ ലീഡാണ്.